കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ബില്ല് പാസാക്കിയിരിക്കുകയാണ്. പാർലമെന്റും അതിന്റെ ഇരുസഭകളും ബില്ല് പാസാക്കിയതോടുകൂടി ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ അതൊരാക്റ്റായി നിലവിൽ വരും. 2 ദിവസം കൊണ്ട് വളരെ വലിയ ചർച്ച ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടന്നിട്ടുണ്ട്. വഖഫ് ബില്ല് പാസ്സായതോടെ ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയം അതിന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത്യധികം ഭീകരമായ ഭയാനകമായ ഒരു ഘട്ടത്തിലേക്കാണ് അത് പ്രവേശിച്ചിരിക്കുന്നത്. എന്താ അതുകൊണ്ട് സംഭവിച്ചത്? വഖഫ് ബില്ല് പാസ്സായതോടുകൂടി എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടോ സഹോദരങ്ങളെ? സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന് ഈ രാജ്യത്ത് അവരുടെ തികച്ചും മതപരമായ വിഷയങ്ങളിലെ പരമാധികാരം പോലും നഷ്ടമായിരിക്കുന്നു എന്നതാണ്. ഉമ്മത്ത് മുസ്ലിമയ്ക്ക് ഈ രാജ്യത്ത് തങ്ങളുടെ തികച്ചും മതപരമായ, പൂർണ്ണമായും മതപരമായ വിഷയത്തിലുള്ള പരമാധികാരം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നോക്കൂ, ഈ രാജ്യത്ത് മുസ്ലിംകൾക്ക് മാത്രമായി പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ, ഇന്ത്യയിലെ ഫാഷിസത്തിന്റെ, സംഘപരിവാറിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യമെന്ന് പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം ഉന്മൂലനമാണ്. മുസ്ലിംകളില്ലാത്ത ഒരു രാജ്യം എന്നതിനപ്പുറം വേറൊന്നുമില്ല. ആഭ്യന്തര ശത്രുക്കളിലെ ഒന്നാമത്തെ സ്ഥാനം മുസ്ലിംകൾക്ക്. അല്ല, ഫാഷിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ലോകത്ത് നിലനിൽക്കുന്നത് എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതിന് ഒരു ഐഡിയോളജി, ആ ഐഡിയോളജി എന്ന് പറയുന്നത് വെറുപ്പാണ്, വിദ്വേഷമാണ്, ഉന്മൂലനമാണ്. വെറുപ്പിലൂടെ, വിദ്വേഷത്തിലൂടെ ഒരു ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഫാഷിസത്തിന്റെ ആകപ്പാടെയുള്ള ഐഡിയോളജി. ഇന്ത്യയിലെ ഫാഷിസത്തിന്റെ ശത്രു എന്ന് പറയുന്നത്, ആഭ്യന്തര ശത്രു എന്ന് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ. ഇത് ഫാഷിസം ഈ രാജ്യത്ത് രൂപീകൃതമായ കാലം തൊട്ട് തുടങ്ങിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക ഘട്ടം മുതൽ ഇന്ത്യയിലെ മുസ്ലിം ചരിത്രം പുരോഗമിക്കുന്നത് ഒരു ഭാഗത്ത് ഫാഷിസവും മറുഭാഗത്ത് മുസ്ലിംകളും എന്ന നിലക്കാണ്. ഈ രാജ്യത്തിലെ ദീർഘ നൂറ്റാണ്ടുകൾ അധികാരത്തിലുണ്ടായിരുന്ന ഒരു സമുദായം, ഒരു സമൂഹം, പിന്നീട് കൊളോണിയൽ അധിനിവേശത്തിന്റെ ഘട്ടത്തിൽ അധിനിവേശ ശക്തികൾക്ക് മുമ്പിൽ അവർക്ക് ഈ രാജ്യത്തെ കൈയിട്ട് വാരുന്നതിൽ ഏറ്റവും വലിയ വിഘാതവും തടസ്സവും രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവൻ കൊടുത്ത് സമരം ചെയ്യുക എന്നത് മതപരമായ, വിശ്വാസപരമായ ബാധ്യതയാണ് എന്ന് വിചാരിച്ച ഉമ്മത്ത് മുസ്ലിമയായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്ക് ഈ രാജ്യത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വിലങ്ങുതടി ഈ രാജ്യത്തെ ധീരദേശാഭിമാനികളായ മുസ്ലിം സമൂഹമാണ്. അതിൽ ഭരണാധികാരികളുണ്ട്, അതിൽ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട്, അതില് സാധാരണക്കാരുണ്ട്, കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, എല്ലാവരുമുണ്ട്. ഉമ്മത്തിന്റെ മസ്ജിദുകളിലെ മിമ്പറുകൾ ആഹ്വാനം ചെയ്തത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പുണ്യമാണ് എന്നതാണ്. അപ്പൊ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള, രാജ്യത്തിന് വേണ്ടിയുള്ള സമരവും നിലനിൽപ്പും എന്നത് തങ്ങൾക്ക് സ്വർഗം ലഭിക്കുവാൻ പോലും പര്യാപ്തമായ ഒന്നാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങേയറ്റം ആത്മാർപ്പണം ചെയ്യുകയും ചെയ്ത ഒരു സമൂഹമാണ്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരൻ എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു? ഡിവൈഡ് ആൻഡ് റൂൾ എന്നത്, വിഭജിക്കുക എന്നത്, ഇന്ത്യയിലെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട്
ഈ രാജ്യത്ത് വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയമുണ്ടായി. അവരുടെ തന്നെ കൊളോണിയൽ ശക്തികളാൽ തന്നെ പാശ്ചാത്യ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന് ഈ രാജ്യത്ത് വിത്തിട്ട് മുളപ്പിച്ചെടുത്ത ഒന്നാണ് ഇന്ത്യയിലെ ഫാഷിസം എന്ന് നമുക്കറിയും. അതിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് മുതൽ 925 മുതൽ 2025 വരെയുള്ള ഒരു നൂറ്റാണ്ടുകാലത്തെ ഇന്ത്യ ചരിത്രത്തിന്റെ സവിശേഷമായ ഒന്ന്, മുസ്ലിം ഉമ്മത്തിന് ഒരു ഭാഗത്തും ആ മുസ്ലിം ഉമ്മത്തിനെ ഉന്മൂലനം ചെയ്യുക എന്നത് അജണ്ടയാക്കി മാറ്റുന്ന ഫാഷിസവും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിന്റെ, ഒരു പരസ്പര സംവാദത്തിന്റെ, ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങളുടെ, ഉന്മൂലനങ്ങളുടെ കഥയാണ് ഈ രാജ്യത്തിന് പറയാനുള്ളത്. രാജ്യത്തിന്റെ വിഭജനം സംഭവിച്ചു. വിഭജനാനന്തരമുള്ള ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അത്യധികം പരീക്ഷണമായിരുന്നു നേരിടേണ്ടി വന്നത്. കേരളീയരായ നമുക്കത് അത്യധികം അറിയില്ല. പക്ഷെ കേരളത്തിന് പുറത്തുള്ള മുസ്ലിം ജീവിതങ്ങളിൽ വിഭജനത്തിന്റെ മുറിവുകൾ ഉണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യാനന്തരവും പിന്നീട് മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയെത്ര കലാപങ്ങളിലൂടെ ഈ രാജ്യത്തെ മുസ്ലിം ജനസമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. ചില പേരുകൾ മീററ്റ് എന്നും ഭഗത്പൂർ എന്നും താനെയെന്നും പൂനെയെന്നും മുറാദാബാദ് എന്നും അഹമ്മദാബാദ് എന്നും തുടങ്ങി ഒരുപാട് സ്ഥലനാമങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത് അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഭീകരമായ കലാപങ്ങളായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക അടിത്തറയും അഭിവൃദ്ധിയും തകർത്ത് തരിപ്പണമാക്കി കളയുക എന്ന വലിയ ലക്ഷണം അതിനുണ്ടായിരുന്നു. തുകൽ വ്യവസായ മേഖലയിൽ നിന്ന്, പിച്ചള വ്യവസായ മേഖലയിൽ നിന്ന്, അങ്ങനെ രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കുകയും അരക്ഷിതരാക്കുകയും ഗല്ലികളിലെ കാട്ടിപ്പായിക്കുകയും ചെയ്തുകൊണ്ട് വലിയ കലാപങ്ങളുടെ കഥ പറയാനുണ്ട് ഈ രാജ്യത്ത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് മാറിയിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, മൊസാദ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച കാലത്ത് പിന്നീട് സംഭവിക്കുന്നത് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ രംഗത്തുണ്ടായ മാറ്റത്തിൽ ഇസ്ലാമോഫോബിയ എന്നത് ആഗോള രാഷ്ട്രീയത്തിന്റെ ഒരു ചേരുവയായി മാറിയതിന്റെ അനുരണനം സാമ്രാജ്യത്വവും സിയോണിസവും അതിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിന്റെ അനുരണനം ഇന്ത്യയിലും ഇസ്ലാമോഫോബിയ, ഇസ്ലാമിക തീവ്രവാദം, തീവ്ര ഇസ്ലാം എന്നൊരു സംജ്ഞ ലോകത്ത് വളർത്തിയെടുത്തു. ഭീകരരാണ് മുസ്ലിംകൾ, അതുകൊണ്ട് ഈ ഭീകരതയെ ഉന്മൂലനം ചെയ്യണം. എല്ലാ മുസ്ലിംകളും ഭീകരരല്ല, പക്ഷെ എല്ലാ ഭീകരവാദികളും മുസ്ലിംകളാണ് എന്ന കുപ്രസിദ്ധമായ പ്രചാരണങ്ങളൊക്കെ നമ്മളുടെ ഓർമ്മയിലുണ്ടാവും. അതിനും ശേഷം ആ സമയത്ത് സവിശേഷമായ ഒരു പ്രശ്നം ഈ രാജ്യത്തിന്റെ തെരുവുകളിലുണ്ടായി. അതെന്താ? സ്ഫോടനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. മലേഗാവ് 1, 2, സംശോധ എക്സ്പ്രസ്, മക്ക മസ്ജിദ്, അഹമ്മദാബാദ്, കോയമ്പത്തൂർ തുടങ്ങി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്ന ഭീകരങ്ങളായ ബോംബ് സ്ഫോടനങ്ങൾ. എല്ലാ ബോംബ് സ്ഫോടനങ്ങളുടെയും നീക്കി ബാക്കി കുറെ അറബി പേരുള്ള സംഘങ്ങളുടെ പേരായിരുന്നു, ഫലസ്തീനി കഫിയകളായിരുന്നു. അപ്പൊ ഭീകര ഇസ്ലാമിനെതിരെയുള്ള വമ്പിച്ച പ്രൊപ്പഗേഷൻ ഈ രാജ്യത്ത് നടന്നു വന്നത് നമുക്കറിയാം. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ദീർഘകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുകയും ഈ വക ഇഷ്യൂവിനെ പിടിച്ചുകൊണ്ട് ഫാഷിസം ഈ രാജ്യത്തിന്റെ മണ്ണിൽ തിടം വെച്ച് ഇസ്ലാം വിരുദ്ധതയുടെ, മുസ്ലിം ശത്രുതയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് വളർന്ന് തിടം വെച്ച് വളർന്നതും നമ്മൾ കണ്ടു. 90കളിലെ രഥയാത്ര, ആ രഥയാത്ര അനന്തരം 1992 ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിംകൾക്ക് നേരെയുള്ള അതിശക്തമായ ഒരാക്രമണമായിരുന്നു അതെന്നറിയൂ. അത് കേവലം മുസ്ലിം പ്രശ്നമല്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ ബാധിക്കുന്ന വലിയ വിപത്തായിരുന്നു. അതിലൂടെ തിടം വെച്ച് ഇന്ന്
നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ വളർന്നു വന്ന ഫാഷിസം അതിന്റെ അധികാര സ്വരൂപത്തിലേക്ക് ഈ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ ഭരണപരമായ നിയമത്തിന്റെയും ജുഡീഷ്യറിയുടെയും തുടങ്ങി ഭരണപരമായ ജനജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും പിടിച്ചു നിൽക്കുന്ന വലിയൊരു അധികാര ശക്തിയായിട്ട് ഫാഷിസം നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഉന്നം മുസ്ലിം സമൂഹത്തിന്റെ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റി തീർക്കുകയും ചെയ്യുക എന്നതാണ് എന്നറിയാത്ത ആരുമില്ല ഇവിടെ. സഹോദരങ്ങളെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമായി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തെ പ്രത്യേകമായി അഡ്രസ് ചെയ്യുന്ന, അവരെ പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. അങ്ങനെയാണ് നമ്മൾ അറിയും പ്രത്യേക നിയമം CAA. 5 രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കും, മുസ്ലിംകൾ ഒഴികെ. മുസ്ലിംകളാണെങ്കിൽ അവർക്ക് പൗരത്വമില്ല. അങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് CAA NRC നിയമം ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന് നമുക്കറിയും. ഇത് രാജ്യത്തെ വേറൊരു ജനവിഭാഗത്തിനും ബാധകമായ നിയമമല്ല എന്ന് നമുക്കറിയാം. രണ്ടാമത്തേത് നോക്കൂ, മുത്തലാഖ്. വിവാഹമോചനം ചെയ്യുന്ന മുസ്ലിം പുരുഷൻ അങ്ങനെ വിവാഹമോചനം ചെയ്യല് ക്രിമിനൽ കുറ്റമായി മാറും. ഇത് തലാഖുമായി ബന്ധപ്പെട്ട്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ വേറൊരു ജനവിഭാഗത്തിനും വേറൊരു മതവിഭാഗത്തിനും ഈ നിയമം ബാധകമല്ല എന്നറിയാം. അവസാനം വഖഫിന്റെ വിഷയത്തിൽ അവര് കൈകടത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് സിഖ്, ഹിന്ദു, ജൈന, ക്രൈസ്തവ, ബുദ്ധ തുടങ്ങി എല്ലാവരുടെയും സ്വത്ത് വക സംരക്ഷണത്തിന് സംവിധാനങ്ങളുണ്ട്. ദേവസ്വം ബോർഡുകളുണ്ട്, കാനൂൻ നിയമപ്രകാരം നിൽക്കുന്ന ചർച്ച് നിയമങ്ങളുണ്ട്. ഇതിലൊക്കെയും അതാത് മതവിശ്വാസികളുടേത് മാത്രമാണ്. പക്ഷെ വഖഫിന് മാത്രമായിട്ട് പ്രത്യേകമായ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ വഖഫ് ബില്ല് പാസാക്കിയത് ഏതെങ്കിലും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട, അല്ലെ വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട, വഖഫ് ബോർഡിന്റെയും വഖഫ് ട്രൈബ്യൂണലിന്റെയും മാത്രമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ബാബരി മസ്ജിദ് ഒരു പള്ളിയുടെ പേരായിരുന്നുവെങ്കിൽ, ഒരു പള്ളിയുടെ വിഷയമായിരുന്നുവെങ്കിൽ, വഖഫ് എന്നത് ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലുള്ള മുഴുവൻ മുസ്ലിംകളുടെയും, നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ, എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ മസ്ജിദുകളുടെയും എല്ലാ മദ്രസകളുടെയും എല്ലാ പ്രോപ്പർട്ടികളുടെയും കാര്യത്തിൽ ഭരണകൂടം മുസ്ലിം സമൂഹത്തിന്റെ പരമാധികാരത്തെ എടുത്ത് വലിച്ചെറിയുന്ന അത്യന്തം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ദുരന്തമാണ് എന്ന് മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞേ പറ്റൂ. അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, ഇപ്പൊ കാര്യം തിരിച്ചറിയുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ ഉമ്മത്ത് മുസ്ലിമെ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അഭിമുഖീകരിക്കാനിരിക്കുന്നത് അതിഭീകരമായ പ്രത്യാഘാതങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. എന്താ വഖഫ് എന്നതിന്റെ വാക്കർത്ഥം പിടിച്ചു വെക്കുക എന്നത്. വഖഫ് ഭൂമിയുടെ ഉടമസ്ഥനാരാ? വഖഫ് ബോർഡാണോ? വഖഫ് ട്രൈബ്യൂണലാണ്. വഖഫിന്റെ ഉടമസ്ഥനാരാ? വഖഫിന്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, റബ്ബാണ്, പടച്ച തമ്പുരാന്റെ ഭൂമി എന്നാണ്. അപ്പൊ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം അത്യധികം ആദരവോടെ, ബഹുമാനത്തോടെ, സൂക്ഷ്മതയോടെ ഇടപെടുന്നതാണ്. അത് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് കാലാകാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, രാജ്യനിവാസികൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് വേണ്ടി വരെ വഖഫ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കും. ഇതിനാ വഖഫ് ചെയ്യുന്നത്? അത് ഇസ്ലാമിക സമൂഹത്തിന്റെ സവിശേഷമായ ഒരു സ്വഭാവമാണ്. എന്താ? അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ച്, റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ച് തന്റെ സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുകയാണ്, റബ്ബിന്റെ മാർഗത്തിലേക്ക് സ്വതക്ക ചെയ്യുകയാണ്. അല്ലേ?
അങ്ങനെ കൊടുക്കാണ് കാലാകാലങ്ങളിൽ. ഒരിക്കൽ വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ്. ഒരിക്കലൊന്ന് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ വഖഫാണ്. അത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാ? അതിന്റെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ്, അതിന്റെ ഗുണഭോക്താക്കൾ ജീവജാലങ്ങളാണ്. അതങ്ങനെ നിൽക്കും. അതെന്തിനാത്? മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികവും അവരുടെ വിശ്വാസപരവും അവരുടെ വിദ്യാഭ്യാസപരവുമായ ഒരു ചിട്ടയും ക്രമവും ഉണ്ടാക്കി ചിട്ടപ്പെടുത്തി എടുത്തത് ഈ വഖഫാണ്. അത് ആരുടേതും കയ്യേറിയതല്ല, ആരുടേതും കയ്യേറിയതല്ല. അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, വിശ്വാസത്തിന്റെ മാർഗത്തിൽ പരലോകമോക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ഭൂമിയാണ്, ദാനം ചെയ്ത സംവിധാനങ്ങളാണ്. ആ സ്വത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ വലിയ ഭൂസ്വത്ത് വഖഫിന്റേതുണ്ട്, വലിയ സ്വത്തുണ്ട്. 8,72,324 സ്ഥാവര വസ്തുക്കൾ, 16,713 ജംഗമ സ്വത്തുക്കൾ, 1,20,000 കോടി രൂപ മതിപ്പ് വിലയുള്ള 9,40,000 ഏക്കർ ഭൂമി. ഇതൊക്കെ പല കാലങ്ങളിൽ ഉണ്ടായതാണ്. വഖഫ് ബോർഡ് ഉണ്ടാകുന്നതിന് മുമ്പേ നൂറ്റാണ്ടുകളായിട്ട് വഖഫ് ചെയ്യപ്പെട്ട ഭൂമി. വഖഫ് ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. വിഖ്യാതമായ കുറെ വഖഫുകളുണ്ട്. വഖഫ് ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ, പിന്നെ മുസ്ലിം സമൂഹം ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ പ്രദേശങ്ങളിലുണ്ടോ അവിടെയൊക്കെയും അവരവരുടെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം എന്ത് ചെയ്യും? വഖഫായി റബ്ബിന്റെ മാർഗത്തിൽ ദാനം ചെയ്യും. മുസ്ലിം സമൂഹത്തിന് അതിന്റെ കാലാകാലങ്ങളിൽ അതിന്റെ പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇതൊരു സമൂഹത്തിന്റെ സാംസ്കാരിക അസ്തിത്വമാണ്. ഇതാരുടേതും ഭൂമിയല്ല, ഇത് കയ്യേറിയതല്ല, ഇത് തട്ടിപ്പറിച്ചതല്ല, ഇത് കവർന്നെടുത്തതല്ല. ഇത് ഏതെങ്കിലും ഭരണാധികാരികൾ. നോക്കൂ, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരൻ ഭരിച്ചപ്പോ ബ്രിട്ടീഷുകാരൻ കുറെ ആളുകൾക്ക് ഒരുപാട് സ്വത്തൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തതുമല്ല, ഇത് തങ്ങളുടെ അധീനതയിൽ നിന്ന് പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്ത ഭൂമിയാണ്, അല്ലേ? അതിന്റെ നിലനിൽപ്പിന്, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. 1913 വഖഫ് ബോർഡ് നിലവിൽ വരുന്നത്. ആദ്യം 1923 മുസൽമാൻ വഖഫ് ആക്ട് നിലവിൽ വന്നു. സ്വാതന്ത്ര്യാനന്തരം 1954 മൗലാന അബുൽ കലാം ആസാദിന്റെ, ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ വഖഫ് നിയമത്തെ പരിഷ്കരിച്ചു, അതിനെ സമഗ്രമാക്കി. അതെന്തിനാ? വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ, കവർന്നെടുത്തു പോകാതിരിക്കാൻ, വഖഫിന്റെ സമഗ്രമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനിച്ച ഒരു സംവിധാനമാണ്. അതിങ്ങനെ പരിഷ്കരിച്ചു. 94 അത് വീണ്ടും പരിഷ്കരിച്ചു, 95 വീണ്ടും പരിഷ്കരിച്ചിട്ട് അത് നിയമമാക്കി വന്നു. അതാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അതിലാരുടെയെങ്കിലും വല്ല തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കാനാണ് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടാക്കിയത്. വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു മതകോടതിയല്ല, മതങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു സാധനമല്ല, മുസ്ലിം സമൂഹം കൂടിയിരുന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമല്ല. അതൊരു ഗവൺമെന്റ് മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. തർക്കങ്ങൾ പരിഹരിക്കാനാണ്. തർക്കങ്ങൾ പരിഹരിക്കാൻ വഖഫ് ഭൂമിയിൽ ഒരുപാടെണ്ണം കയ്യേറിപ്പോയിട്ടുണ്ട്, ഒരുപാട് കയ്യേറിപ്പോയിട്ടുണ്ട്. ധാരാളം വഖഫിലൂടെയാണ് ഇന്ത്യയിലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, മസ്ജിദുകൾ, വെറും പള്ളിയും മദ്രസ മാത്രമല്ല, ഹോസ്പിറ്റലുകളുണ്ട്, വിദ്യാഭ്യാസ ഭൗതിക വിദ്യ, അലിഗഡ് പോലെ, ജാമിയ മില്ലിയ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ദാറുൽ ഉലൂം ദൈവബന്ധ് പോലെ, പിന്നെ ജാമിഅ നദവിയ പോലെ മതസ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്. പഞ്ചാബിലെ വിശ്വാസി സഹോദരങ്ങള് മലബാറിൽ കോളറ പിടിപെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്തതാണ് JDT ഇസ്ലാം. ഇങ്ങനെ ഒരുപാട് രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം അതിന്റെയൊക്കെ അടിയാധാരം തപ്പിപ്പോയാൽ, 100 കണക്കിന് വർഷം പഴക്കമുള്ളതിന്റെയൊക്കെ അടിയാധാരം തപ്പിപ്പോയാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ 95 ഉണ്ടാക്കിയ, 95 പരിഷ്കരിച്ച ആ വഖഫ് ബോർഡിനെയാണ് 2024 വഖഫ് അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ സംഘപരിവാർ ഗവൺമെന്റ് അതിന്മേൽ കൈവച്ചിരിക്കുന്നത്. കൈവച്ചിട്ട് എന്താ ചെയ്തത്? അഥവാ വഖഫ് ബോർഡ്, വഖഫ് നിയമം പരിഷ്കരിക്കണമെങ്കിൽ
തികച്ചും മതപരമായ വിഷയമല്ലേ? ഇസ്ലാമിന്റെ മൗലിക അടിത്തറകളിൽ നിന്നിട്ടല്ലേ അതിന് പരിഹാരം കാണേണ്ടത്? അതിനാരെയാണ് സമീപിക്കേണ്ടത്? അതിന് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരല്ലേ? ഒരൊറ്റ ആളോടുമൊന്നും ചോദിച്ചിട്ടില്ല. ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വഖഫ് എന്നതിൽ നമുക്ക് കൈവെക്കണം. ആ കൈവെക്കുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഗുണത്തിന് വേണ്ടിയല്ല, രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ. ഇനി ഒരു മസ്ജിദിനും വേണ്ടിയും അവർക്ക് പ്രക്ഷോഭം നടത്തേണ്ടി വരില്ല. ഒരു പ്രക്ഷോഭവും വേണ്ട, ഒരു തർക്കം ഉന്നയിച്ചാൽ മതി. ഈ ഭൂമി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വഖഫ് ചെയ്തൊരു ഭൂമി, ഒരാൾ വന്നൊന്ന് തർക്കം പറഞ്ഞാൽ മതി. തർക്കം പറഞ്ഞാൽ തർക്കത്തിന്റെ അവസാന വർത്തമാനം പുതിയ ആക്ട് പ്രകാരം, ബില്ല് പ്രകാരം ആരാ പരിഹാരം അവസാനം പറയേണ്ടത്? എറണാകുളം ജില്ലയില് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ ഒരു വഖഫ് സ്വത്ത്, അതിന്റെ പേരിൽ ഒരാൾ വന്ന് തർക്കം ഉന്നയിച്ചു, വിഷയം കോടതിയിലെത്തി, വിഷയം എത്തി. വഖഫ് നിയമം അനുസരിച്ച് തീരുമാനിക്കുന്നതാരാ? തികച്ചും മുസ്ലിം വിഷയമാണ്. പക്ഷെ അതിന്റെ അകത്ത് എന്ത് ചെയ്തു ഗവൺമെന്റ്? ആ മുസ്ലിം പ്രാതിനിധ്യത്തെ കേട്ടുകേൾവിയുണ്ടോ? ദേവസ്വം ബോർഡിലെ ആ മുസ്ലിം പ്രതിനിധി, ചർച്ചിന്റെ കാര്യം തീരുമാനിക്കാൻ മുസ്ലിം പ്രതിനിധി ഉണ്ടോ? പക്ഷെ വഖഫിന്റെ കാര്യത്തിൽ 23 അംഗങ്ങളിൽ 7 പേര് ഗവൺമെന്റ് നോമിനികളാണ്. അത് അമുസ്ലിംകളുമാവാം. ആ മുസ്ലിംകളെ കൂടെ അതിലെ നോൺ മുസ്ലിംസിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തി. എന്താണ് വഖഫ് എന്നറിയാത്ത, വഖഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയാത്ത തികച്ചും മുസ്ലിമായ വിഷയം. അപ്പൊ സർക്കാർ തീരുമാനിച്ചു, നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളങ്ങനെ തീരുമാനിക്കണ്ട, നിങ്ങളുടെ ദീനീയായ വിഷയത്തിൽ പോലും ഞങ്ങളും കൂടി തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഉമ്മത്ത് മുസ്ലിമയുടെ പൗരത്വത്തെ 2ാം തരത്തിലേക്ക് മാറ്റി നിർത്തുന്ന പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയത് നോക്കൂ. ലോകത്തെ ഹിറ്റ്ലറാണ്, വിശദീകരിക്കാൻ സമയമില്ല, ഹിറ്റ്ലറാണ്. അന്ന് അവിടെ ജൂതന്മാർക്ക് മുമ്പിൽ പ്രത്യേക നിയമങ്ങൾ, ആ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ പ്രത്യേകമായി കണ്ട് അപരവൽക്കരിക്കുന്ന നീക്കത്തിന്റെ ഭാഗമാണ് അല്ലേ? അങ്ങനെ കൊണ്ടുവന്നു. ഇനി തർക്കമുണ്ടായാലും പരിഹരിക്കേണ്ടതാരാ? വഖഫ് ട്രൈബ്യൂണലായിരുന്നു. ഇനി ട്രൈബ്യൂണൽ പറ്റില്ല, പിന്നെ പരിഹരിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. കളക്ടർ ആരാ? സർക്കാരിന്റെ നോമിനിയാണ്. അപ്പൊ ചോദിക്കും, റവന്യൂവിന്റെ കസ്റ്റോഡിയനല്ലേ? ചോദിക്കും, എവിടെ രേഖ? വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നത് റദ്ദ് ചെയ്യപ്പെട്ടു അല്ലേ? അപ്പൊ രേഖ ഉണ്ടോ? അപ്പൊ രേഖയില്ല. കളക്ടറുടെ മറുപടി എന്തായിരിക്കും? ഇതിന് മതിയായ രേഖയില്ല. അപ്പൊ ഈ സ്വത്ത് എന്തായി? ഇത് തർക്ക സ്വത്തായി. ഇതിനെ ആർക്കെടുക്കാം? ഇതിനെ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോയി. മുസ്ലിം സമൂഹം ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് കയ്യും കടിച്ചിരിക്കണം. ഇതാ നടന്നത്. നമ്മൾ ആരെങ്കിലും വല്ല ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമുദായത്തിന്. ഇനി രണ്ടാമത് വേറെ നോക്കൂ. ഒരാൾ വഖഫ് ചെയ്യണം, ഇസ്ലാമിലേക്ക് ആദർശ പരിവർത്തനം ചെയ്ത് ഒരാൾ വഖഫ് ചെയ്യണം. വഖഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 5 കൊല്ലം മുസ്ലിമായി ജീവിക്കണം. 5 വർഷത്തെ മുസ്ലിമായി നിന്ന് 5 വർഷമായി ഇയാളെ മുസ്ലിമാണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഇതാരാ തരണ്ടേ? അങ്ങനെ സർട്ടിഫിക്കറ്റ് അയാൾക്ക് വഖഫ് ചെയ്യാൻ നോക്കൂ. മറ്റൊന്നും കൂടെ നോക്കിയേ. ഒരാൾ വഖഫ് ചെയ്തു, വഖഫുൽ ഔലാദ് വഖഫ് ചെയ്തിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ മക്കൾക്ക് വേണമെങ്കിൽ പല വഖഫുകളും റദ്ദ് ചെയ്യാം, അല്ലെങ്കിൽ വഖഫ് തിരിച്ചെടുക്കാം. ഈ നിയമം വന്നപ്പോ ചില ആളുകൾ കൈയടിച്ചു, പടക്കം പൊട്ടിച്ചു. പാവപ്പെട്ട ആളുകളെ അറിഞ്ഞിട്ടുണ്ടോ? നിയമം ബില്ല് വരുമ്പോൾ സംസ്ഥാനത്തെ ഗവൺമെന്റിന് പരിഹരിക്കാമായിരുന്ന മുനമ്പ പ്രശ്നം ഇനി സുപ്രീം കോടതി വരെ പോകും അല്ലേ? വഖഫ് മുനമ്പം വിഷയം വരുന്നത് തന്നെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച അബദ്ധാണ്, തെറ്റുകളാണ്, സൂക്ഷ്മത കുറവാണ്. അതിന്റെ ഒരു ഫലമാണ് ഉമ്മത്ത് മുസ്ലിം അനുഭവിക്കുന്നത്. കിട്ടിയ വിഷയത്തെ രാജ്യത്ത് കേരളത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു അല്ലേ? ഇനി വഖഫ് പിന്നെ ഫറൂഖ് കോളേജിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ അത് ഇബ്രാഹിം സേട്ടാണ്, ഹാജി ഇബ്രാഹിം സേട്ട്. തിരിച്ചെടുത്താൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോവും, ഫറൂഖ് കോളേജിന് കിട്ടൂല. അപ്പൊ പിന്നെ മുനമ്പത്തുകാരെന്ത് ചെയ്യും? ഇതൊക്കെയാണ് വിഷയം. വലിയ സങ്കീർണമായ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. അതവിടെ നിൽക്കട്ടെ. മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ ഈ വന്നിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അഭിമുഖീകരിച്ചതും ഇതുവരെ കണ്ടതുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിം സമൂഹം ഇന്ത്യയില്
വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ കൈവെക്കാൻ ആരെങ്കിലും മുതിരുമോ? മുതിർന്നാൽ അത് നടക്കുമോ? നടക്കില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ അകത്ത് നിൽക്കും. അതിന് നമ്മുടെ ആഭ്യന്തര രംഗത്തുള്ള ഒരു പ്രശ്നം നോക്ക്. എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഖുർആൻ നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഫിത്നയെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഇടയിലെ കുഴപ്പക്കാരെ മാത്രമല്ല അഭിമുഖീകരിക്കുക. അത് നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ, മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ ആരാ പ്രശ്നം പരിഹരിക്കുക? ചില ആളുകളോട് ചോദിച്ച വഖഫ് പ്രശ്നം എന്താ? പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. പഠിച്ചു കഴിഞ്ഞിട്ടില്ല അത്രേ. പിന്നെ പ്രശ്നം ചോദിച്ചാൽ എന്ന് പറയും വഖഫിന്റെ പ്രശ്നം വന്ന വഖഫ് അവിടെ നിൽക്കട്ടെ, നമ്മുടെ പള്ളികൾ മറ്റേ സംഘടനക്കാർ കയ്യേറിയിട്ടുണ്ടല്ലോ അതിങ്ങോട്ട് ആദ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ അകത്ത് വെള്ളം ചേർക്കും. അല്ലേ? മുസ്ലിം സമൂഹം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിലെ സംഘടനകൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു സംഘടനയെയോ ഒരു വിഭാഗത്തെയോ മാത്രം ബാധിക്കുന്നതല്ല. ഈ രാജ്യത്തിലെ മുസ്ലിം നിലനിൽപ്പിന്റേതാണ്. ഈ രാജ്യത്തിലെ മുസ്ലിം സാംസ്കാരിക അസ്തിത്വത്തിന്റെ മേലാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ നിയമം അനുഭവിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് ആര് നേതൃത്വം കൊടുക്കും? ആര് നേതൃത്വം കൊടുക്കും? നേതൃത്വം കൊടുക്കാൻ നമ്മൾ പലരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരേറ്റിട്ടുണ്ട്. നമ്മുടെ കാര്യം ഇപ്പൊ ശരിയാക്കി തരും. അങ്ങനെ ആളെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ നമ്മളെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവില്ലെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എങ്കിൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ. സംഘടനകളുടെ സംഘടനാ വ്യത്യാസങ്ങൾ മറന്ന്, അഭിപ്രായ ഭിന്നതകൾ മറന്ന്, തർക്കങ്ങൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ അസ്തിത്വത്തിന് വേണ്ടിയിട്ട് ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം സമൂഹം തയ്യാറായില്ല എങ്കിൽ വലിയ ദുരന്താ വരുന്നത്. ആരാ നമ്മുടെ നേതാവ്? ആരാ നമ്മുടെ നേതാവ്? ഒരു നേതാവിന്റെ പേര് പറയാൻ പറഞ്ഞാല് പരതി ഇരുട്ടിൽ തപ്പും. ഒരാളുടെ പേര് പറയുമ്പോ അയാളെ മറ്റേ കൂട്ടർ അംഗീകരിക്കൂല. അങ്ങനെ അംഗീകരിക്കൂല. നമ്മളെ രാഷ്ട്രീയ രംഗത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ശിഥിലീകരിച്ച് കൈയിട്ട് വാരി ഇങ്ങനെ പോകും. അല്ലേ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ ആവർത്തിച്ച് പഠിപ്പിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല മന്നയും സൽവയും ഇറക്കിക്കൊണ്ടുവന്നിട്ട് നമ്മളെ രക്ഷിക്കൂല. മാറണമെങ്കിൽ ഒരു ഉമ്മത്ത് മാറാൻ തയ്യാറാവാതെ, സമുദായം സ്വയം മാറ്റത്തിന് തയ്യാറാവാതെ, അജണ്ട പുനർനിശ്ചയിക്കാതെ, ഐക്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാതെ, ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാതെ, എന്താണ് പ്രവർത്തനങ്ങളുടെ മുൻഗണനാക്രമമെന്ന് മനസ്സിലാക്കാതെ ഇനിയും ഇങ്ങനെ കാലം കഴിക്കാമെന്നാണ് വിചാരമെങ്കിൽ സമുദായത്തിന്റെ മുമ്പിൽ ഇനി ഓപ്ഷനില്ല, ഇനി സാഹചര്യങ്ങളില്ല എന്ന് തിരിച്ചറിയണം. ഇത് ഭയപ്പെടുത്താനല്ല, ഇത് ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഫാഷിസം അതിന്റെ ദംഷ്ട്രങ്ങൾ വളരെ കൃത്യമായി നീട്ടിക്കൊണ്ടിരിക്കും. ബുൾഡോസറുകൾ ലോകത്താദ്യം വന്നത് ഇസ്രായേലിലാണ്. ഇസ്രായേലിലെ ഭീകരതയുടെ ആദ്യങ്ങൾ ബുൾഡോസറുകൾ കൊണ്ട് ജനവീടുകൾ ഇടിച്ചു തകർക്കലായിരുന്നെങ്കിൽ അതേ ബുൾഡോസറുകൾ ഈ രാജ്യത്ത് പല തെരുവുകളിലും ഇറങ്ങിയിട്ടുണ്ട് എന്നും കൂടി സമുദായം തിരിച്ചറിയണം. അപ്പൊ പിന്നെ മോഡിയെ പ്രകീർത്തിച്ചാൽ, മോഡിക്ക് ഷെയ്ക്കാൻഡ് കൊടുത്താൽ, കെട്ടിപ്പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ഏതെങ്കിലുമൊക്കെ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ, അത് ഏത് വാപ്പയും മകനുമായാലും അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയണം. സമുദായത്തിന്റെ മുമ്പിൽ ഒരാളെ മാത്രം പിടികൂടുന്നതല്ല. വത്തഖൂ ഫിത്ന, ഒരു ഫിത്നയെ നിങ്ങൾ ഭയപ്പെടണം. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അതിക്രമകാരികളെ മാത്രമല്ല പിടികൂടുക, സമുദായത്തെ ഒന്നടങ്കം പിടികൂടും. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, റബ്ബ് സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഉത്തരവാദിത്വം മറന്ന് അവസാനം പ്രളയം കയറി മൂക്കിന്റെ അടുത്ത് എത്തുവോളവും അനങ്ങാതിരുന്നാൽ നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തിരിച്ചറിയണം. സമുദായം അപ്പോ ഉമ്മത്തപ്പോൾ ഒന്ന് നന്നായി എഴുന്നേറ്റ് നിൽക്കേണ്ടുന്ന കാലമാണ്. ഒപ്പം വേറെ ചില ആളുകളും കൂടെ അറിയേണ്ടതുണ്ട്. വഖഫ് ബില്ല് പാസ്സായ കൈയടിക്കാൻ ചില ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്തിനാ? സ്വാഗതം ചെയ്യാൻ, പടക്കം പൊട്ടിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തിനാ? രണ്ടുണ്ട് കാര്യം. ഒന്ന് കടുത്ത ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയ അവരുടേതല്ലേ, പൊളിയട്ടെ. വഖഫ് ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ആക്ട് വരാൻ പോകുന്നത് വേറെയാണ്. ആണ് സഹോദരങ്ങളെ, ഇല്ലേ?
ഇവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ജബൽപൂരിലെ വൈദികനായിട്ട് നടു റോഡിലിട്ട് തല്ലുകയാണ് അല്ലേ? ഫാദർ സ്റ്റാൻ സ്വാമി മുതൽ ഗ്രഹാം സ്റ്റെയിൻ മുതൽ കണ്ടമാന് മുതൽ മണിപ്പൂര് മുതൽ എല്ലായിടത്തും ഫാഷിസത്തിന് ഒരു ലക്ഷ്യമാണ്. അതിനൊരു ശത്രുവിനെ പിടിച്ചാൽ മറ്റേ ശത്രുവിനെ അടുത്തതായി പിടികൂടും. അപ്പൊ ഇത് കേവലം ഒരു മുസ്ലിം വിഷയം മാത്രമല്ല. ആദ്യം മുസ്ലിങ്ങളുടെ നേരെ, പിന്നെ ഈ രാജ്യത്തെ ഇതര ജനവിഭാഗങ്ങളുടെ നേരെ ഈ കൈ നീണ്ടു ചെല്ലും. സമൂഹം അത് കാര്യം തിരിച്ചറിഞ്ഞു നേരെ നിൽക്കണം. തിരിച്ചറിഞ്ഞു നേരെ നിന്നില്ലെങ്കിൽ ഹിറ്റ്ലറിന് വേണ്ടി പണ്ട് കൈയടിച്ച ഒരാളുണ്ടായിരുന്നു. ഹിറ്റ്ലറിന് വേണ്ടി കൈയടിച്ച പാതിരി ഉണ്ടായിരുന്നു. പാതിരിയുടെ പേര് പാസ്റ്റർ നിമോളർ എന്നായിരുന്നു. അദ്ദേഹം ആദ്യമൊക്കെ കൈയടിച്ചു. പക്ഷെ അവസാനം വന്നപ്പോഴാണ് മൂപ്പർക്ക് നേരെ കൈ നീണ്ടു വന്നപ്പോഴാണ്, ഹിറ്റ്ലറുടെ കൈ നീണ്ടു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കവിതയുണ്ട്. ആദ്യം അവർ മുസ്ലിംകളെ തേടി വന്നു. ഞാൻ അനങ്ങിയില്ല, കാരണം ഞാനൊരു മുസ്ലിം അല്ലായിരുന്നു. പിന്നെ അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു. ഞാൻ അനങ്ങിയില്ല, കാരണം പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാൻ അനങ്ങിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അവർ ജൂതനെ തേടി വന്നു. ഞാൻ അനങ്ങിയില്ല, ഞാനൊരു ജൂതനല്ലായിരുന്നു. അവസാനം അവർ എന്നെ തേടി വന്നു. എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി കരയാൻ ഒരാളും ബാക്കിയുണ്ടായിരുന്നില്ല. ഇത് ഫാഷിസത്തിന്റെ ഒരു പ്രകൃതമാണ്. അപ്പൊ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, രക്ഷപ്പെടാനുള്ള വഴി ഒന്ന് ഉമ്മത്ത് മുസ്ലിം ഐക്യത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. ഈ രാജ്യത്തെ സംരക്ഷിക്കലാണ്. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അതിജീവനവും നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് കൂടെയാണ്. ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ നിലനിർത്തലാൻ, ഭരണഘടന സംരക്ഷിക്കലാൻ, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കലാൻ, ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ സംരക്ഷിക്കലാൻ. അതിനുവേണ്ടി മുസ്ലിം സമൂഹം രംഗത്തിറങ്ങുക. രണ്ടാമത്തത് ഉമ്മത്ത് മുസ്ലിമ ആദർശപരമായി കുറെ കൂടി കരുത്തരാവണം. റമദാൻ കഴിഞ്ഞതല്ലേ? ആദർശപരമായി, വിശ്വാസപരമായി നമ്മൾ കരുത്തരാവണം. നമുക്കൊരു ബാധ്യതയുണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മൾ സവിശേഷമായ ഒരു സമൂഹമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. ഈ രാജ്യത്ത് നമ്മളുടെ സ്ഥാനം ശുഹദാഅ ബിൽ ഖിസ്ത്, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിനു വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാൻ ആദർശപരമായ ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വദ്കുറൂ, നമ്മൾ ഓർക്കണം ഇത് അന്തും ഖലീലുൻ, നിങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മയുണ്ടോ നിങ്ങളുടെ ഭൂതകാലം ഓർമ്മയുണ്ടോ? മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു. മുസ്തദഅഫൂന ഫിൽ അർദ്, ഭൂമിയിൽ അങ്ങേറ്റം ദുർബലരായിരുന്നു നിങ്ങൾ. തഖാഫൂന യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കളയുമെന്ന് ഭയപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾ. ഫആവാക്കും, അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചു. വഅയ്യദകും ബിനസ്രിഹി, നിങ്ങളുടെ കൈകൾ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ശക്തിയുണ്ടായി. വറസഖകും മിനത് ത്വയ്യിബാത്, സംശുദ്ധമായ റിസ്ഖ് നിങ്ങൾക്ക് നൽകി. ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ. നോക്കൂ സഹോദരങ്ങളെ, അപ്പൊ ഉമ്മത്തിന്റെ ഐക്യവും ആദർശപരമായ മേൽക്കയും നേടിക്കൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെയേ ഭവിഷ്യത്തുകൾ മാറൂ. കരയുന്ന ഒരു കുഞ്ഞിനെ പാലുള്ളൂ, പെരയ്ക്കകത്തിരുന്നാൽ പടച്ചോന്റെ ചോറ് എന്നത് ഉറൂബിന്റെ പുയിസി കുട്ടിക്കൃഷ്ണന്റെ ഒരു കഥയാണ്. പടച്ചോന്റെ ചോറെനിക്ക് വിശന്ന പടച്ചോൻ കൊണ്ടെത്തരുമെന്ന് പറഞ്ഞ് പെരക്കകത്തിരുന്ന ചോറ് കിട്ടൂല, ഇറങ്ങി പണിയെടുക്കുക എന്നതാണ് വേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.